നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ മേഖല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സേനകളിലൊന്നാണ് ഇന്ത്യയുടേത്. ലോകബാങ്കിന്റെ ഏറ്റവും അവസാന കണക്കനുസരിച്ച് വളർച്ചാ നിരക്കിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. മാനവശേഷി കൊണ്ടുവന്ന അസുലഭ നേട്ടമെന്നാണ് ലോകബാങ്ക് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. പല രാജ്യങ്ങളെയും പിന്നിലാക്കി ഇന്ത്യ ഇന്ന് മുന്നേറുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒറ്റപ്പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനുള്ള കനത്ത മറുപടിയാണ് ഇന്ത്യയുടെ ഈ നേട്ടങ്ങൾ. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ സ്വീകരിച്ച ഉദാര നയങ്ങൾ കാരണം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലുള്ളപ്പോൾ നേട്ടങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ശക്തനും കരുത്തനുമായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014 മുതൽ ഇന്ത്യയിൽ ആയുധങ്ങളുടെയും പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി 35 മടങ്ങായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. അഹമ്മദാബാദിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2014 6 ബില്യൺ രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്തത്. എന്നാൽ ഇപ്പോൾ 210 ബില്യൺ രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. 85 രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നൽകുന്നു. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, വിമാനവേദ മിസൈലുകൾ, പിനാക ലോഞ്ചറുകൾ, ടോർപിഡോറുകൾ, റഡാറുകൾ, സിമുലേറ്ററുകൾ, കവചിത വാഹനങ്ങൾ, വിമാനങ്ങൾ തുടങ്ങിയ നിരവധി ആയുധങ്ങളും ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പെട്രോളിംഗ് കപ്പലുകളും ടാങ്കുകളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ഉൾപ്പെടെ ഇന്ന് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകർന്ന് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി നിരവധി കയറ്റുമതികൾ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. കയറ്റുമതി ചെയ്തവയിൽ തോക്കുകൾ, ബുള്ളറ്റുകൾ, ഡ്രോണുകൾ എന്നീ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല സാങ്കേതിക നവീകരണത്തിനുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ വിജയം യാഥാർത്ഥ്യമാക്കുന്നതിൽ 50ഓളം ഇന്ത്യൻ കമ്പനികൾ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. കാര്യക്ഷമതയിലും ഗുണമേന്മയിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയ കമ്പനികൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ വിജയം യാഥാർത്ഥ്യമാക്കുന്നതിൽ 50ഓളം ഇന്ത്യൻ കമ്പനികൾ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. കാര്യക്ഷമതയിലും ഗുണമേന്മയിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയ കമ്പനികൾ ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും വിശ്വസനീയമായ വിതരണക്കാരായി ലോകവേദിയിൽ വിലയുറപ്പിച്ചു. ഇറ്റലി, മാലദ്വീപ്, ശ്രീലങ്ക, റഷ്യ, UAE, പോളണ്ട്, ഫിലിപ്പീൻസ്, സൗദി അറേബ്യ, ഈജിപ്ത്, ഇസ്രായേൽ, സ്പെയിൻ, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നതായി കാണാം.